എന്റെ മകള് എനിക്കറിയാം ഇത് റസൂലുള്ളാഹിക്ക് ദേഷ്യമാണ്, റസൂലുള്ളാഹിക്ക് വെറുപ്പാണ്, അല്ലാഹുവിന്റെ ഹബീബിന് ദേഷ്യമുള്ള കാര്യമാണ്, ഞാൻ സ്വലാത്തൊക്കെ ചെല്ലുന്ന ആൾ തന്നെയാണ്. പക്ഷേ എന്റെ മക്കളെ ഇത് വേഷം, എന്റെ മക്കളെ ഈ കോലം, ഇത് അള്ളാഹ്ക്കും റസൂലിനും ദേഷ്യം എനിക്കറിയാം. എന്നാലും എന്റെ മക്കളൊന്ന് സന്തോഷിച്ചോട്ടെ, എന്റെ ഭാര്യ ഒന്ന് സന്തോഷിച്ചോട്ടെ, എന്റെ ഭർത്താവ് ഒന്ന് സന്തോഷിച്ചോട്ടെ, ഇതല്ലേ. എന്നാൽ സിദ്ദീഖും എവിടെ, ഫാറൂഖും എവിടെ, ഉസ്മാൻ എവിടെ, അലിയാർ എവിടെ, ഈ മണ്ണിലാരെയും കാണുന്നില്ല, ഈ മണ്ണിലാരെയും കാണുന്നില്ല. അവരൊക്കെ ചിന്തിച്ചതുപോലെ ചിന്തിക്കുന്ന ആൾക്കാർ എവിടെയാ? എന്റെ കുട്ടിയുടെ മുടി കണ്ടാൽ, നഖം കണ്ടാൽ, ഡ്രസ് കണ്ടാൽ, വേഷം കണ്ടാൽ അവിടെ ഓർമ്മയാകണം ഹബീബ് സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി. ഞാനിപ്പോ ഞാൻ ഉംറക്ക് പോയപ്പോ 3 മക്കൾ, ആൺകുട്ടികൾ, ചെറിയ മക്കൾ, 4 വയസ്സ് 5 വയസ്സ്, കൂടെ വന്ന് എല്ലാ കുട്ടികളും ആളുകളും തല മുട്ടയടിച്ചു. ഈ മക്കൾ സമ്മതിക്കില്ല മുട്ടയടിക്കാൻ. അപ്പൊ ഉമ്മാരും ബാപ്പാരും ഇങ്ങനെ ജീവിതത്തിൽ ചെറു പ്രായത്തിൽ അള്ളാന്റെ ഹർമിലെത്താൻ ഭാഗ്യം കിട്ടിയിട്ട് ഒരു ഇബാദത്തിന് മുടി കളയുമെന്ന് പറഞ്ഞാൽ കുട്ടികൾ പറയുമ്പോൾ ഉമ്മകൾ മാറുന്നത്. പിന്നെ ഇരിക്കുന്നുണ്ടോ തോന്നി എന്തായാലും മുടി കളഞ്ഞാൽ പോകാൻ. അപ്പൊ ഇതിന്റെ വാദവും പ്രശ്നവും കേട്ട് പിന്നെ 1 പഠിച്ചു, 2 പഠിച്ചാൽ 3ാമത്തെ കുട്ടി ലാസ്റ്റ് പഠിച്ചു. ആ കുട്ടികളിങ്ങനെ വരച്ച ചെറുപ്രായ. ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ഉംറക്ക് പോകുമ്പോ അധിക ദ്വായവും ഉസ്താദെ എന്റെ മോനൊന്ന് മരിച്ചാൽ ദ്വാരക്കണം എന്നോട് കാലത്തിന്റെ അടുത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു, പൊന്നാരമ്മ നിങ്ങൾ ഈ മോൻ വരുന്നത് എന്നാ ഞാൻ മരിച്ചാൽ രണ്ടാമത് വേണ്ട. അപ്പൊ എന്താ ഈ മകം എന്തൊക്കെയോ ലഹരിക്കടിമപ്പെട്ട് വീട്ടിൽ ഉമ്മാനെ കഴുത്തി പിടിക്കുകയാണ്, ആക്രമിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, നിന്റെ കുട്ടിയെ വളർത്തുമ്പോ ഈ സലാത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു സലാത്ത് മാത്രമല്ല, ഏറ്റവും നല്ല വാപ്പ സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി, ഏറ്റവും നല്ല ഭർത്താവ് സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി, എല്ലാത്തിന്റെയും ഉത്തമനായ ആള് സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉസ്താദെ ഇന്റെ കുട്ടി നരകത്തിലോ സ്വർഗത്തിലോ? നിങ്ങൾ പറയും, നിങ്ങളെ മക്കളെ കണ്ടാ തിരിയില്ലേ സ്വർഗത്തിലാണോ നരകത്തിലോ? ഈ സലാത്തിന്റെ ആൾക്കാർ ചിന്തിച്ചു നോക്കി. ഒരു മരക്കഷ്ണം കണ്ടാൽ അത് അടുപ്പിലാണോ ഫർണിച്ചർ കടയിലോ? ആ മരം കണ്ടാൽ തിരിച്ചു. നല്ലൊരു മരക്കഷ്ണം നല്ല വാതിൽ കട്ടിലുണ്ടാക്കാം, ഒരു ഫർണിച്ചറുകൾ ഉണ്ടാക്കാം. ഈ മരം ഇതുകൊണ്ട് അടുപ്പ് കത്തിച്ചാൽ കത്തിക്ക് കരിയാക്കാൻ എന്നതുപോലെ ഇന്നത്തെ എല്ലാം ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ സമൂഹത്തോട് പറയട്ടെ, നാളെ ഈ മക്കള് പറയും ബാപ്പാന വേണ്ട ഉമ്മാന വേണ്ട. അപ്പൊ പാടാൻ ഏതുണ്ടാവുള്ളൂ? ഉറക്ക ചൊല്ലി സ്വലാത്തിന്റെ മെസ്സേജ്. നബിയെ തങ്ങളെ വാപ്പയാണോ ഉമ്മയോ? ബാപ്പാനേക്കാൾ ഉമ്മാനേക്കാൾ ഞങ്ങളെ മഹബത്ത് വെച്ച സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് സ്വലാത്ത് ചൊല്ലും വേണം. സ്വലാത്തിന്റെ നേതാവായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെ മുടി വെട്ടണം, തങ്ങൾ എങ്ങനെ നഖം മുറിക്കണം, തങ്ങൾ എങ്ങനെ ഡ്രസ് ധരിക്കണം,
തങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അത് സ്വീകരിക്കാനും കഴിയണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടെയാണ് ജീവിതം. എല്ലാത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. സ്വലാത്ത് ചെറിയ മരുന്നല്ല. മദരായ ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങളുടെ മകൾ ഇൽമിന്റെ സ്ഥാപനം നടത്തുന്ന വലിയ തങ്ങളാണ്. ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളെ കാസിമിയിൽ ചെന്ന് കണ്ടു. അവിടെ ഇൽമിന്റെ കേന്ദ്രങ്ങളാണ്. ഈ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങളും മദ്രസകളും ഉണ്ട്. ഇൽമിന്റെ കേന്ദ്രങ്ങളാണ്. അല്ലാഹുവേ ആ പഠിക്കുന്ന മക്കളൊക്കെ നല്ല സ്ഥാനത്താക്കണേ അല്ലാഹ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ആ തങ്ങളവറുകൾ ഈ ബദിയത്തിന്റെ മജ്ലിസും ഈ അസ്മൊക്കെ നടത്തുന്നതിനാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യനെ പിടിച്ചു നിർത്താൻ അത് കഴിയും. ഞാൻ എൻ്റെ മക്കളൊക്കെ 8ാം ക്ലാസ്സിൽ ശിഹാബുദ്ദീൻ ബുഖാരി ഉണ്ടാക്കി കൊടുത്തു. അൽഹംദുലില്ലാഹ് അവരൊക്കെ ഒന്ന് മുദരിസമാരായി. വലിയ ബർക്കത്താണ്. അല്ലാഹുവേ തങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരെ പാപ്പാരും വലിയ ബർക്കത്തുള്ള ആൾക്കാർ. ആ വാപ്പാന്റെ അത്ര ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങളെ വാപ്പക്ക് ജനിച്ച മക്കളെ പ്രത്യേകത എത്രയാണ്? സിദ്ദുൽ ഫാറൂഖ് അൽ ബുഖാരി അല്ലാഹു ദറജയ്ക്ക് കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം മദ്ഹൂർ സാദാത്ത് ഖലീൽ ബുഖാരി അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇസ്മായിൽ ബുഖാരി അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ഹബീബ് റഹ്മാൻ അൽ ബുഖാരി അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ശിഹാബുദ്ദീൻ അൽ ബുഖാരി അല്ലാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ. അവരെ വാപ്പ ഇതുപോലെ ഇങ്ങനെ മജ്ലിസും സലാത്തൊക്കെ ചെല്ലിപ്പിച്ച് ആ ബഹുമാനത്തിൽ കൊണ്ടടക്കാൻ. അപ്പൊ മക്കളിൽ അത് പ്രതിഫലിക്കാൻ പറ്റും. നമ്മളെ പഴയകാലത്തെ വാപ്പാരൊക്കെ ഇങ്ങനെ മജ്ലിസിക്ക് മക്കളെയും പിടിച്ചു കണ്ട് വെറുതല്ല. ഇന്നത്തെ ഈ ദുആ മജ്ലിസിൽ ലക്ഷ്യം വെച്ച് നിങ്ങൾ വരികയാണ്. ഞാൻ അമ്മയെ നീറ്റുമൊത്തവരാണ്ടിന് പോവാൻ. ഈ ആത്മീയ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആളുകളെ കൽബിൽ മക്കളെ കാര്യം, ജീവിതത്തിന്റെ കാര്യമുണ്ട്. സദാകുന്ന ഒരു കുട്ടി ഉസ്താദ് ചോദിക്കും, മണ്ണനെ കാണണോ വിട്ടിയെ കാണണോ? സഅദിനെ കണ്ടാൽ മതി. കാരണം ആ സഅദ് പഠിച്ചാലും തന്റെ മണ്ടയിലേക്ക് പതിക്കില്ല. സഅദ് ഇങ്ങനെ പഠിച്ചാലും മാർക്കും. ഉസ്താദ് പറയും മണ്ടനെ മൊത്തം വിടിയാണ്. എന്നാലും ആ സഅദിന്റെ മനസ്സ് തളർന്നില്ല. ആ സഅദിന് പ്രവർത്തനമുണ്ട്. ഹബീബ് സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അത് ഈ സഅദാകുന്ന കുട്ടിയുടെ പണിയാണ്. ഒരു ദിവസം രാവിലത്തെ ദർശനം ഇങ്ങനെ പഠിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറയുന്നു, സഅദ് നിന്നെ ഒരാൾ വിളിക്കുന്നു, നീ വരണം. സഅദ് പറഞ്ഞു, ഇന്നാരും വിളിക്കൂല, ഞാൻ വിവരമില്ലാത്ത മണ്ടനാ പോട്ട. അപ്പോഴാണ് പള്ളിയിൽ വന്ന് വിളിക്കുന്നു. ആ സഅദ് അങ്ങ് ചെന്ന് നോക്കുമ്പോ ആരാണ് വിളിച്ചതെന്നറിയുമോ? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി. സഅദിന്റെ വായയിലേക്ക് തുപ്പിക്കൊടുത്തു. പിന്നെ സഅദിന് മറതിയില്ല. പിന്നെ ഉസ്താദിന്റെ ക്ലാസ്സിൽ വന്നാൽ ആ സഅദിന് എല്ലാം ഓർമ്മയാണ്, മറതിയില്ല. ഉസ്താദിന്റെ കാര്യം മനസ്സിലായി. ആ സഅദാകുന്ന കുട്ടിയാണ് പിൻകാലത്ത് വലിയ പണ്ഡിതനായ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു സലാത്ത് കൊണ്ട് വലിയ മഹാനായതാ. ഇന്നൊരു പക്ഷേ സഖാഫിയാകാൻ, അഹ്സനിയാകാൻ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന കിതാബുകൾ പലതും ഈ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി തങ്ങൾ എഴുതി വെച്ച കിതാബാൻ. വഅലമു യാ ഉമ്മത സയ്യിദിനാ മുഹമ്മദ്. എങ്ങനെ കിട്ടി? ട്രോളണ്ട. ട്രോള് പറയാം, റസൂൽ വിളിക്കോ ചെയ്യോ? പറഞ്ഞോളെ മനസ്സിൽ മുത്തുനബി 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 ആ ചിന്ത കൊണ്ട് ഉസ്താദ് വർണ്ണമായി. യാ നബിയേ സലാം, യാ റസൂലേ സലാം, യാ മുത്ത് നബിയേ സലാം, യാ മുത്ത് നബിയേ സലാം. നിങ്ങളുടെ മുന്നിലും ഹാജരാകും സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി. ഞാൻ മാതൃഭൂമി സപ്ലിമെന്റിൽ
ജസ്റ്റിസ് BR കൃഷ്ണയുടെ ലേഖനം ഞാൻ വായിച്ചു. ജസ്റ്റിസ് BR കൃഷ്ണയ്യർ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് എന്ന് പറഞ്ഞാൽ അത്രയും വിശ്വാസം കുറഞ്ഞ ആളാണ്. എന്നാലും BR കൃഷ്ണയ്യർ എഴുതി, എനിക്കൊരു മകളുണ്ടായിരുന്നു. ആ മകൾ ഞാൻ പറയാൻ കാരണം ഞാൻ എന്ത് പറഞ്ഞപ്പോൾ അത് ആധുനിക വിദ്യാഭ്യാസം ട്രോളണ്ട, ഞാൻ തെളിവൂടെ പറയാം. അങ്ങനെ BR കൃഷ്ണയ്യരുടെ മകൾ മരിച്ചുപോയി. എനിക്ക് എപ്പോഴും എൻ്റെ മകളെ ആ ഒരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. കോടതിയിൽ ചെന്നാലും ചമ്പരച്ചൻ്റെ മകളെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേ, അതങ്ങനെ തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ എപ്പോഴും ചിന്തിക്കുമല്ലോ. അതുകൊണ്ടല്ലേ മുഹിബീങ്ങളായ ആളുകൾ ഇഷ്കെന്തെന്നറിയില്ല പാവം ഫഖീറാണ് തിരുമുന്നിൽ കാണിക്ക വെക്കാനായി ഒരു തുള്ളി കണ്ണീരിൻ നനവല്ല എന്താണ്. മുത്തുനബിന്റെ തുണി കണ്ടാൽ, തലയെക്കെട്ട് കണ്ടാൽ, നഖം കണ്ടാൽ, ഭക്ഷണം കഴിക്കൽ കണ്ടാൽ, ഇരുത്തം കണ്ടാൽ, കിടത്തം കണ്ടാൽ അവിടെ ഓർമ്മയാകാണ് സയ്യിദുനാ മുത്തു റസൂലുള്ളാഹി. അയാൾക്ക് റസൂലുള്ളാഹിനെ ഉണർന്നു കാണുമല്ലോ. BR കൃഷ്ണയ്യർ പറയുകയാണ്, ഞാൻ ഈ മോളെ ഞാൻ കോടതിന്റെ വിശ്രമത്തിൽ ചമ്പറിലിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ആ മകൾ വന്നു. അയാൾ എഴുതി വെച്ച ലേഖനം ഞാൻ പറയാം. മകൾ സപ്ലിമെന്റിൽ എൻ്റെ മോളുമായി ഞാൻ ആശയവിനിമയം നടത്തി, ഒരുപാട് സംസാരിച്ചു. അപ്പോൾ ഞാൻ മകൾ അപ്രത്യക്ഷമായി. എനിക്ക് വലിയ സമാധാനം കിട്ടി. ഒരു നിരീശ്വരവാദിയായ ജസ്റ്റിസ് BR കൃഷ്ണയ്യർ അയാളെ മകളെ പ്രയത്തിൽ ലയിച്ചപ്പോൾ മരിച്ചുപോയ മകളെ മുന്നിൽ കാണാനായിട്ട് സാധിച്ചെങ്കിൽ ലോകത്തുള്ള ആശിക്യങ്ങളായ ആളുകൾ സ്വലാത്ത് കോടിക്കണക്കിന് ചൊല്ലിയിട്ട് അവരെ മനസ്സിനെ ആവാഹിച്ചെടുത്തിട്ട് ഹബീബ് സയ്യിദുനാ മുത്തു റസൂലുള്ളാഹി തങ്ങളെ ചിന്തിച്ചാൽ നിങ്ങളുടെ മുന്നിൽ ഹാജരാകും സയ്യിദുനാ മുത്തു റസൂലുള്ളാഹി. അത് ആശിക്കൾ ഹാജരായിട്ടുണ്ട്. മനപ്പെട്ട അഹ്മദ് കബീർ ഫായി തങ്ങൾക്ക് ഹാജരായിട്ടുണ്ട്. ഉമർ ഖാദിക്ക് ഹാജരായിട്ടുണ്ട്. നമുക്കത് ഇല്ലാത്തത് എന്തുകൊണ്ടാ? ആ ലഹരി കുറവാണ്. ആ ലഹരി വന്നാൽ ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ കുട്ടികളെ കണ്ടാൽ, മുടി കണ്ടാൽ, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ, രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പറയാന്നല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. എല്ലാവരും അവിടെ വേദന, ഇവിടെ വേദന, അവിടെ മുട്ടുവേദന, മുട്ടുക. നിങ്ങൾ ആരെങ്കിലും ഈ സ്വലാത്ത് ചെല്ലുന്നവർ സയ്യിദുനാ മുത്തു റസൂലുള്ളാഹി തങ്ങൾ കിടക്കുമ്പോൾ കിടന്ന് ഇന്ന് കിടന്നോളി. ഹബീബായ സയ്യിദുനാ മുത്തു റസൂലുള്ളാഹി രാത്രി ഉറങ്ങാൻ വരുമ്പോൾ 3 ഫാത്തിഹ, 3 ഇഖ്ലാസ്, 3 ഫലക്ക്, 3 നാസ് ഓതിയിട്ട് കയ്യിൽ ഇങ്ങനെ ഊതിയിട്ട് ആ കൈ കൊണ്ട് എല്ലാ ഭാഗത്തും തടവിയിട്ടല്ലാതെ അള്ളാന്റെ ഹബീബ് കിടന്നുറങ്ങിയിട്ടില്ല. ആയിഷ പറയാണ്, റസൂലുള്ളാഹിക്ക് വയ്യാത്ത കാലം വന്നപ്പോ ഞാൻ അങ്ങനെ കൂട്ടിപ്പിടിച്ചു കഴിഞ്ഞ് അതുകൊണ്ട് ഒഴിഞ്ഞിട്ടല്ലാതെ മുത്തുനബി കിടന്നുറങ്ങിയിട്ടില്ല. ഏതെങ്കിലും ഇരിക്കണ സ്വലാത്തിൽ നിന്നവരാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ ചെല്ലി മന്ത്രിച്ച് ശരീരത്തിൽ തടവിയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടോ? ഇല്ലേ? ഹബീബായ സയ്യിദുനാ മുത്തു റസൂലുള്ളാഹി തങ്ങൾ സുഖമില്ലാതായപ്പോ ആയിഷ ചെയ്തു കൊടുക്കുകയാണ്. ഇത് മുട്ടുവേദന, അവിടെ വേദന, ഇവിടെ വേദന എന്ന് പറഞ്ഞാൽ മതിയോ? നമ്മൾ ചെയ്തിട്ടില്ല. ഒരു ഉദാഹരണം പറയാം. അപ്പൊ ഈ സ്വലാത്ത് കൊണ്ട് നമ്മുടെ കുട്ടികൾ ബുദ്ധിമാന്മാരാകും. പക്ഷേ മക്കളെ സ്വലാത്തിലേക്ക് അടുപ്പിക്കണം. സ്വലാത്തിന്റെ ആളുകളാകണം, മദ്ഹിന്റെ ആളുകളാകണം, പാട്ട് പാടുന്നവരാകണം, മദ്ഹ് പാടുന്നവരാകണം. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ പാടി 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 ഹബീബായ തങ്ങളിൽ ഇങ്ങനെ ലയിച്ചു ചേർന്നാൽ ജമാലി മുസർബലു സ്വലാത്തും വതസ്ലീമുൻ. അപ്പൊ നമ്മളെ സ്വലാത്തിന് പരിമളം കൂടും. ഇനി ഈ സ്വലാത്തിന്റെ ബന്ധം ഉണ്ടായാലോ ഹബീബായ തങ്ങൾ എവിടെയും നമ്മളെ കൈയൊഴിയില്ല. അതാണ് മുത്തുനബിയും നമ്മളും തമ്മിലെ ബന്ധം. ബദരീകളായ ആളുകൾ എന്ത് വന്നാലും വന്ന് യാ റസൂലല്ലാഹ് ഞങ്ങൾക്ക് മഴയില്ല, നിങ്ങൾ അയച്ചോട്ടി ബദറിൽ കൊടുമ്പിൽ കൊള്ളുകയാണ്, നബിയെ ഞങ്ങൾക്ക് മഴയില്ല. റസൂൽ അത് ഓർക്കുന്നു, മഴ അങ്ങ് പെയ്യുന്നു. ബദരീകളായ ആളുകൾ ഒരു ഖൈമ കെട്ടിക്കൊടുത്തിട്ട് പറയാണ്, നബിയെ
ഞങ്ങൾ 312 പേരും ഈ രണാങ്കണത്തിൽ പിടഞ്ഞു മരിച്ചാലും തങ്ങൾ ഒരിക്കലും യുദ്ധക്കളത്തിലേക്ക് പോകരുത്. ഞങ്ങൾ തങ്ങൾക്ക് ഒരു ഹൈമ കെട്ടിത്തരാം, സെക്യൂരിറ്റിയെ നിർത്തിത്തരാം, ഞങ്ങൾ തങ്ങൾക്ക് ഒരു ഒട്ടകത്തിന് തരാം. ഞങ്ങൾ മുഴുവനും പിടഞ്ഞു മരിച്ചാൽ തങ്ങൾ സുരക്ഷിതമായി മദീനയിലേക്ക് പോകണം. അവിടെ ഞങ്ങളെ ഭാര്യമാരുണ്ട്, അവിടെ ഞങ്ങളെ മക്കളുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്കൊരു പ്രശ്നമല്ല. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മദീന സഹിക്കൂല, മദീന പൊറുക്കൂല. വഅലമൂ യാ ഉമ്മത സയ്യിദിനാ മുഹമ്മദ്. ഈ ഒരു മനസ്സ് നമുക്ക് വേണ്ടേ മക്കളെ? നിങ്ങൾ മുത്തുനബിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാകണം. ദുന്യാവിലിഞ്ഞ് മക്കളെ കൊണ്ട് ആരും ഒന്നും പ്രതീക്ഷിക്കണ്ട. അങ്ങനെ എൻ്റെ കുട്ടി ഒരു സ്ഥാനത്ത് എത്തിയിട്ട് വേണ്ട എനിക്കിങ്ങനെ കാല് നീട്ടിയിട്ട് ഇരുന്ന് കസാലിങ്ങനെ ഇരുന്ന് കിടക്കാൻ കൊണ്ടുവരാൻ. എന്നിട്ട് ആ ബാപ്പ സ്വലാത്ത് ലഭിച്ചൂല, മൗലൂദ് ലഭിച്ചൂല, മദ്രസക്ക് പറഞ്ഞേക്കൂല, ദീന് പറഞ്ഞേക്കൂല. എങ്ങനെയെങ്കിലും കുത്തി കയറ്റി പഠിച്ച് ഡിഗ്രി എടുത്ത് ജോലി കയറി കിട്ടിയാൽ പഠിച്ചോളെ എനിക്ക് സുഖമായി ഞാൻ ജീവിക്കാൻ. ആ ബാപ്പാരാണ് ഇനി കഷ്ടപ്പെടുന്ന ബാപ്പാർ. ഒരു ബാപ്പയും അങ്ങനെ ചിന്തിക്കണ്ട. അങ്ങനെ ഇസ്ലാമിൽ ചിന്തയൊന്നുമില്ല. ലോകം അടക്കി ഭരിച്ച രാജാവായിരുന്നു മഹാനായ നബിയുല്ലാഹി സുലൈമാൻ. ആ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ബാപ്പ ദാവൂദ് നബി അലൈഹിസ്സലാം രാവിലെ കൊല്ലപ്പണി ഇരുമ്പിന്റെ പണിക്ക് പോകും. അപ്പൊ ആൾക്കാർ പറഞ്ഞു, നിങ്ങളെ മോൻ ലോകരാജാവല്ലേ, കോടിക്കണക്കിന് സമ്പത്തില്ലേ, നിങ്ങൾ എന്തിനാ എങ്ങനെ പോണെന്ന്. എന്റെ മോൻ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാൻ ഇങ്ങനെ പോയി നോക്കട്ടെ. ആ അയ്യൂബ് നബിന്റെ മനസ്സ്, ബഹുമാനപ്പെട്ട ദാവൂദ് നബിന്റെ മനസ്സുണ്ടാകണമെന്ന് സയ്യിദുനാ മുത്തു റസൂലുള്ളാഹി. അതിന്റെ അർത്ഥങ്ങൾ ഈ വയസ്സാം കാലത്ത് അധ്വാനിക്കാൻ പോകണം എന്നല്ല. എപ്പോഴും വാപ്പാന്റെ മനസ്സിൽ മരണം വരെ എന്നെ കൊണ്ട് തന്നെ ജീവിക്കുന്ന ചിന്ത വരണം. അങ്ങനെ ജീവിക്കണ വാപ്പ മക്കളെ സ്വലാത്ത് ചെല്ലിപ്പിക്കും, ദീന് പഠിപ്പിക്കും, എല്ലാം ചെയ്യും. ഇവനൊരു കരക്കെത്തിയാൽ ഞാൻ ഗച്ചിലായാലോ എന്ന് വിചാരിക്കണ വാപ്പാരോ ഒന്നൊരു സ്വലാത്തിനൊന്നും വിട്ടുകൊടുക്കൂല, ദീൻ വിട്ടുകൊടുക്കൂല. അവർ ലക്ഷ്യം വെറും എന്തൊക്കെയോ ലക്ഷ്യം വെച്ച് ഒറ്റപ്പെടലാണ്. അത് പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ നിലക്ക് ചിന്തിക്കുന്ന ബാപ്പാർ എപ്പോഴും ആലോചിക്കണം, എൻ്റെ കുട്ടി നാളെ ആഖിറത്ത്. എല്ലാ അമ്മമാരും ബാപ്പാരും ആഗ്രഹിക്കണം, ഞാൻ ഈ സ്വലാത്ത് ചെല്ലിപ്പിച്ചത് ഇന്ന ഖബർക്ക് പൂത്താൻ പറ്റിയൊരു മോൻ എനിക്ക് കിട്ടണം. ഇത് ബേജാറണ്ട. ഇന്ന ഖബർക്ക് ഇറക്കാൻ പറ്റിയ ഒരു മകനച്ച് കിട്ടുമോ? ഇന്ന ഖബർക്ക് പറഞ്ഞേക്കാൻ പറ്റിയൊരു ഭാര്യനെ കിട്ടുമോ? ഇന്ന ഖബർക്ക് പറഞ്ഞേക്കാൻ പറ്റിയൊരു മക്കളെ കിട്ടുമോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കണ്ടേ? നിങ്ങൾക്കറിയോ, ഹബീബായ തങ്ങളെ ഏറ്റവും ബന്ധപ്പെട്ട റസൂലുള്ളാഹിന്റെ ഉമ്മയാണ് ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബിൻത് അസദിന്റെ കഥ കേട്ടാൽ ലോകത്ത് ഖബർ ശിക്ഷിക്കാത്ത ഒരു മനുഷ്യനില്ല. എല്ലാവരെയും ഖബർ കൈകാര്യം ചെയ്യും. പക്ഷേ ഖബർ ശിക്ഷിക്കാത്ത ഒരു പെണ്ണാണ് മഹദിയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. ഇന്ന് സ്വലാത്ത് സമർപ്പിക്കുമ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം ഞാൻ ഈ ചൊല്ലിയ സ്വലാത്ത് കൊണ്ട് എന്റെ ഖബറിലേക്കുണ്ടാകണം സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി. ഞാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഈ നാട് ദ്വീപ് ഞാൻ പരിചയമുള്ള നാടാണ്. ഞാൻ തുർക്കിയത്തിൽ 2 പ്രാവശ്യം മീലാദിൽ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. എല്ലാ മിനിക്കുകളൊക്കെയുള്ള എല്ലാ ദ്വീപിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തീരെ ഒഴിവില്ല ദ്വീപിൽ വരലിപ്പ് കഴിഞ്ഞ റമദാൻ ഞാൻ 10 ദിവസം കടമ്പ കൽപ്പനയുണ്ടായിരുന്നു. അതും ഏറ്റതല്ല. ഇപ്പൊ ഇങ്ങനെ അപ്പൊ ഞാൻ പറയുന്ന നാട്ടുകാരറിയാം, ഓരോ ബാപ്പയും ഉമ്മയും ഈ സ്വലാത്തും ദിക്റൊക്കെ ചെല്ലുമ്പോഴും ഓരോന്നും നിന്റെ മക്കളെയും അതിന് പര്യാപ്തമാക്കിയെടുക്കും. നിനക്ക് അവർ വേണ്ടേ? നമ്മളെങ്ങിരുന്നു വന്നു സ്നേഹിത, നമ്മളെങ്ങോട്ട് പോകും നോക്കിതാ, ഖബർ കണ്ടില്ലേ എന്നും പാർക്കുവാൻ ഉള്ള മാളാമുള്ളിൽ ചെന്ന് ചേരുവാൻ.
നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. ഫാത്തിമ ബിൻത് അസദിന്റെ കൽബിൽ ഒരു ചിന്തയേ ഉള്ളൂ, ഹബീബ് സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ മനസ്സ് റാഹത്താകണം. നിങ്ങൾക്ക് അങ്ങനെ പോയി നിന്റെ കുട്ടികളെ കാണുമ്പോൾ മുത്തുനബി സന്തോഷിക്കണം, നിന്റെ വീട് കാണുമ്പോൾ ഹബീബിന് സന്തോഷം ഉണ്ടാകണം, നിന്റെ ജീവിതം കാണുമ്പോൾ ഹബീബിന് സന്തോഷം ഉണ്ടാകണം. കണ്ടോ, അത് വല്ലാത്തൊരു മനസ്സല്ലേ. ഇത് ഇന്റെ കുട്ടികളെ കണ്ടാൽ സിനിമ നടന്മാർ സന്തോഷിക്കണം, ഇന്റെ മക്കളെ കണ്ടാൽ മറ്റൊരു സന്തോഷിപ്പിക്കണം. അതിനല്ലേ നമ്മൾ സ്വലാത്ത് പറഞ്ഞത്. ഹബീബായ തങ്ങളെ പ്രണയിച്ചാൽ ജീവികൾ പോലുമല്ലേ. അള്ളാന്റെ ഹബീബിന്റെ ഒട്ടകമായ കസ്വയുടെ ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ? താറസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ കസ്വ, മുത്തിൻ്റെ ഒട്ടകമല്ലോ. ഞാൻ ഒരിക്കൽ മദീനത്ത് ഇങ്ങനെ ഒന്ന് കുണ്ടൂർ ഉസ്താദിന്റെ ഈ ആരംഭപ്പുവായ ബെയ്ത്ത് ഇങ്ങനെ ചെല്ലുകയാണ്. അപ്പൊ ഒരാൾ എന്നോട് കഴിഞ്ഞാൽ മറുപടി പറഞ്ഞു, ഉസ്താദെ എനിക്ക് മുത്തുനബിന്റെ ഒരു മധുര പാടാൻ കിടന്ന് വരക്കണം, ഞാൻ ആ ലക്ഷ്യത്തിൽ വന്നതാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നൗസാദ് ബാക്കി ചെറിയ കിഴിയ. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ വെച്ച് കുണ്ടൂർ ഉസ്താദിന്റെ ഓർമ്മക്ക് ഈ ബെയ്ത്ത് അതേമാതിരി ഉണ്ടാവും. എന്നിട്ട് ആ പാട്ടുണ്ടാക്കി പിറ്റത്തെ വർഷം ഞാൻ മാസങ്ങൾ പോകാറുണ്ട്, മാസം എന്നെ കൊണ്ട് ആ പാട്ട് ഒരു പാടിച്ചു. അപ്പൊ ആ പാട്ടിലെ ചരിത്രം സാറാണ്. ഹബീബായ തങ്ങളെ മഹബത്ത് വെച്ച 11 കൊല്ലം റസൂല കൊണ്ട് നടന്ന ആ കസ്വ, അത് റസൂലുള്ളാഹിനെ മഹബത്ത് വെച്ചപ്പോ പിന്നെ എവിടെയും ടെൻഷൻ വരില്ല. പല നാടിൽ മുത്തോളി കസ്വ പിരിയാത്ത കൂട്ടല്ലേ. ഹബീബ് പട്ടിയെടുക്കേണ്ട ഘട്ടം വരുമ്പോ അത് പട്ടിയിടുന്ന ഒട്ടകം ഭക്ഷണം തേടിപ്പോയി.